തിരുവനന്തപുരം വാഴമുട്ടത്ത് ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തിയ മൃതദേഹം കാണാതായ വിദേശ വനിത ലിഗയുടേതെന്ന് ബന്ധുക്കൾ. ലിഗയുടെ സഹോദരി മൃതദേഹം തിരിച്ചറിഞ്ഞതായി പോലീസ് അറിയിച്ചു. വിവരങ്ങളുമായി മിഥുൻ സുധാകരൻ. മിഥുൻ, കഴിഞ്ഞ ഫെബ്രുവരി 14 മുതൽ ലിഗയ്ക്കായി ബന്ധുക്കൾ തെരച്ചിൽ നടത്തുകയായിരുന്നു കേരളത്തിൽ. ഇപ്പോൾ എങ്ങനെയാണ് ഇവർ തിരിച്ചറിഞ്ഞിട്ടുള്ളത്? എന്തൊക്കെ വിവരങ്ങളാണ് പോലീസ് പറയുന്നത്? ശ്രീജ, വാഴമുട്ടത്തിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന് ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഒരു അജ്ഞാത മൃതദേഹം കണ്ടെടുക്കുന്നത്. ഈ മൃതദേഹം ആരുടേതെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തമായൊരു സ്ഥിരീകരണം വന്നിട്ടില്ല. എന്നിരുന്നു കഴിഞ്ഞാലും മാർച്ച് 14-ന് കോവളത്ത് നിന്നും കാണാതായ ലാത്വിയ സ്വദേശിനി ലിഗയുടേതാണ് മൃതദേഹമെന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. പരിശോധനകളും അത്തരത്തിൽ തന്നെയാണ് നടക്കുന്നത്. കാരണം സമാനതകൾ ഒരുപാട് ലിഗയോട് ഇരിക്കുന്നു. കാരണം മൃതദേഹത്തിൽ നിന്നും ലഭിച്ച വസ്ത്രം, അതിനൊപ്പം തന്നെ തലമുടി, ഇതെല്ലാം തന്നെ ലിഗയുടേതാണ് എന്ന സംശയം ബലപ്പെടുത്തുന്ന രീതിയിലേക്കാണ് പോകുന്നത്. കാരണം ലിഗയുടെ സഹോദരിയും അതുപോലെ തന്നെ സുഹൃത്തും ഇവിടെ മൃതദേഹം ഐഡൻറ്റിഫൈ ചെയ്യാനെത്തി. പോലീസ് പറയുന്നതനുസരിച്ച് അവർ മൃതദേഹം തിരിച്ചറിഞ്ഞു എന്ന് തന്നെയാണ് ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം വസ്ത്രവും അതുപോലെ തന്നെ തലമുടിയും ആയിരിക്കാം എന്ന സംശയം അവർ പറയുന്നുണ്ട്. എന്നിരുന്നു കഴിഞ്ഞാലും ഒരു വ്യക്തത ഇതിൽ ഇപ്പോഴും വന്നിട്ടില്ല. കാരണം ഒരു മാസത്തെ പഴക്കം മൃതദേഹത്തിനുണ്ട് എന്നതാണ് പോലീസ് പറയുന്നത്. മൃതദേഹം പൂർണ്ണമായും ജീർണിച്ച അഴുകിയ അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വ്യക്തത വരുത്തണം, കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾ നടക്കേണ്ടിയിരിക്കുന്നു. മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ വിദഗ്ധമായ ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം മാത്രമേ മൃതദേഹം ആരുടേത് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകൂ. എന്നാലും നിലവിൽ ഇത് ലിഗയുടേത്, അതായത് കോവളത്ത് നിന്നും മാർച്ച് 14-ന് കാണാതായ ലാത്വിയ സ്വദേശിനി ലിഗയുടേതാണ് മൃതദേഹം എന്നൊരു സ്ഥിരീകരണം, ആ ഒരു സംശയം കൂടുതൽ ബലപ്പെടുകയാണ്. ശ്രീജ, മിഥുനാണ് വിവരങ്ങൾ നൽകിയത്.